ഈ സീസൺ IPL-ലെ ആദ്യ ക്വാളിഫയർ ഇന്നലെ അവസാനിച്ചപ്പോൾ മത്സരത്തിൽ വിജയം നേടിയ RCB ഫൈനൽ ബർത്ത് 9 വർഷത്തിന് ശേഷം നേടിയെടുക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച RCB ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ചെറിയ ഗ്രാസ് കവറേജ് ഉള്ള ഒരു ട്രാക്കായിരുന്നു മുള്ളാൻപൂരിൽ കിട്ടിയത്. അവസാനമായി ഇവിടെ നടന്ന 4 മത്സരത്തിൽ 3 എണ്ണത്തിലും ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചിട്ടും ഈ ബോളിംഗ് കണ്ടീഷൻ മുതലാക്കാനായിരുന്നു RCB ബോളിംഗ് തിരഞ്ഞെടുത്തത്. ആ തീരുമാനം ആക്ച്വലി മത്സരത്തിൽ ഗെയിം ചേഞ്ചിംഗ് ആയി മാറി. 2-ാം ഓവറിൽ പ്രിയാൻ ഷാരെ പോയപ്പോൾ 3-ാം ഓവറിൽ പ്രഭ്സിമറാനും 4-ാം ഓവറിൽ ശ്രേയസും 6-ാം ഓവറിൽ ഇംഗ്ലീഷും പോയി 48-4 എന്ന നിലയിലേക്ക് പഞ്ചാബ് തകർന്നു. ഫാസ്റ്റ് ബോളേഴ്സിനെ പിന്നെയും പട്ടിദാർ കീപ്പ് ചെയ്തപ്പോൾ അടുത്ത ഓവറിൽ വധേരയും പോയി. സ്പിൻ വന്നപ്പോൾ ഓവർ അഗ്രസീവായി കളിക്കാൻ നോക്കി ശശാങ്ക്, മുഷീർ, സ്റ്റോയിനസ് എന്നിവർ കൂടി ഔട്ടായതോടെ പിന്നെ വെറും ചടങ്ങായിരുന്നു പഞ്ചാബിന്റെ ബാറ്റിംഗ്. ഒടുവിൽ 101-ന് പഞ്ചാബ് ഓൾ ഔട്ട് ആവുകയാണ് ഉണ്ടായത്. ഈ പിച്ചിൽ പ്രോപ്പർ ടെസ്റ്റ് മാച്ച് ലൈനും ലെങ്ത്തുമായിരുന്നു RCB ഫാസ്റ്റ് ബോളേഴ്സ് കീപ്പ് ചെയ്തത്. അതിന്റെ റിവാർഡും അവർക്ക് കിട്ടി. ഓവറോൾ ടീമിന്റെ ഫീൽഡിംഗും ബോഡി ലാംഗ്വേജും ആദ്യ ഓവർ മുതൽ തന്നെ ടോപ്പായിരുന്നു. പഞ്ചാബിനെ നോക്കിയാൽ അവർ മത്സരത്തിൽ ബേസിക്കലി എന്തായിരുന്നു ചെയ്യാൻ ശ്രമിച്ചത് എന്ന് മാച്ച് കണ്ടപ്പോൾ സംശയം തോന്നിയിരുന്നു. ബൗളേഴ്സിന് സപ്പോർട്ട് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കി കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്ത് കളിക്കുന്നതിന് പകരം വെറുതെ വീശാൻ നോക്കിയായിരുന്നു ഒട്ടുമിക്ക താരങ്ങളും വിക്കറ്റ് വലിച്ചെറിഞ്ഞത്. 8-ാം ഓവറിൽ തന്നെ 5 വിക്കറ്റ് പോയിരുന്നു. പിന്നെ 12 ഓവർ ശേഷിക്കെ മത്സരം ഡീപ്പായി കൊണ്ടുപോയി റെസ്പെക്റ്റബിൾ ആയ ഒരു ടോട്ടൽ നേടാൻ നോക്കുന്നതിന് പകരം സ്പിൻ വന്നപ്പോൾ സുയാഷിനെ ബ്ലൈൻഡായി സ്ലോഗ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു ഇമ്പാക്ട് പ്ലെയർ ഉൾപ്പെടെ 3 പേർ വിക്കറ്റ് വലിച്ചെറിഞ്ഞത്. സൂയിസൈഡൽ ബാറ്റിംഗ് എന്നായിരുന്നു ഹർഷ ബോഗ്ലെ കമന്ററിയിൽ ഇത് പറഞ്ഞത്. മത്സരത്തിന്റെ സിറ്റുവേഷൻ ഒരു ഘട്ടത്തിലും റീഅസസ് ചെയ്യാൻ അവർ ശ്രമിച്ചില്ല. അതായിരുന്നു പഞ്ചാബ് ചെയ്ത മിസ്റ്റേക്കും. മറുപടി ബാറ്റിംഗിലേക്ക് വന്നാൽ മോശം പന്തുകളെ മാത്രം അറ്റാക്ക് ചെയ്ത് നല്ല പന്തുകളിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് വളരെ സെൻസിബിളായിട്ടായിരുന്നു RCB തുടങ്ങിയത്. 4-ാം ഓവറിൽ കോഹ്ലി പോയപ്പോൾ ജൈമീസൺ ഒരു ബ്രില്യൻ്റ് ഓവർ എറിഞ്ഞിരുന്നു. പക്ഷേ പ്രോപ്പർ ലെങ്ത് പഞ്ചാബിന്റെ ബൗളേഴ്സിന് കീപ്പ് ചെയ്യാൻ പറ്റാതെ പോയതോടെ സോൾട്ട് അറ്റാക്ക് ഏറ്റെടുത്തു. അടുത്ത 3 ഓവറിൽ 43 അടിച്ച് മാച്ച് അവിടെ തന്നെ ഫിനിഷാക്കി. പിന്നെ ജസ്റ്റ് ചടങ്ങ് മാത്രമായിരുന്നു ശേഷിക്കുന്ന മത്സരം. വിജയത്തോടെ RCB ഡയറക്റ്റായി ഫൈനലിലേക്ക് പോയി. 2018 മുതൽ ക്വാളിഫയർ 1 വിജയിച്ച ടീം മാത്രമേ കിരീടം നേടിയിട്ടുള്ളൂ എന്ന സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ RCB ആദ്യ കിരീടത്തിലേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നത്. അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 101-ന് ഓൾ ഔട്ട് ആയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 8 വിക്കറ്റിന് RCB മത്സരം വിജയിക്കുകയാണ് ഉണ്ടായത്.